എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളൊക്കെ ഡോക്കായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. നിപ്പി പ്രഗ്നന്റ് ആയ ആ സമയം തൊട്ട് ആര് കൺസൾട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഒരു സംശയമില്ലാതെ ഞാൻ നേരെ ചൂസ് ചെയ്തത് ഡോക്ടർ അമർ രാമചന്ദ്രനെ ആയിരുന്നു. കാരണം അദ്ദേഹം തന്ന അന്ന് തൊട്ട് ഇതാ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. അദ്ദേഹം എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുന്ന ആ ഒരു നിമിഷം ഒരിക്കൽ പോലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അതിമനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളിൽ ഒന്നാണ്. അതുപോലെ ഏത് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യണം എന്നുള്ളത് അതിനും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അത് ആസ്റ്റർ മിംസ് കണ്ണൂരായിരുന്നു. കാരണം നമുക്ക് നല്ല കംഫർട്ടും അതുപോലെ ബാക്കിയുള്ള ഫെസിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആസ്റ്റർ മിംസ് കണ്ണൂർ തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്തായാലും ബിഗ് താങ്ക്സ് ടു ഓൾ. എനിവേ, ജീവിതത്തിൽ സംഭവിക്കുന്ന അതിമനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളെ നമുക്ക് ഒരിക്കൽ പോലും കണ്ണുകൾ കൊണ്ട് കാണാനോ അല്ലെങ്കിൽ കൈകൾ കൊണ്ട് സ്പർശിക്കാനോ അതുമല്ല നമുക്കതിന്റെ സുഗന്ധം പോലും ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് സാഹിത്യകാരന്മാരുടെ വെളിപ്പെടുത്തൽ. അതൊക്കെ നമുക്ക് ഹൃദയം കൊണ്ട് മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു അവർ എഴുതി ചേർത്തത്. പക്ഷേ എന്റെ ഹൃദയത്തിന് കണ്ണും മൂക്കും കാതും ഒക്കെ ഉണ്ടായി എന്ന് ഞാൻ അറിയുന്നത് അന്നായിരുന്നു. ഇതായിരുന്നു എന്റെ ജീവിതത്തിൽ നമ്മുടെ വാവ ജനിച്ച അതിമനോഹരമായ ആ മുഹൂർത്തം. താരാപദമാകെ കനിവേകും പകലോ നെങ്ങോ മാഞ്ഞു